അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, മഹാനായ താബിഈ മുവർരിഖുൽ അജ്ലി റഹിമഹുല്ലാഹ് അബുൽ മുഅ്തമിർ മുവർരിഖ് ഇബ്നുൽ മുശംരിജ് എന്ന പേരുള്ള മുവർരിഖുൽ അജ്ലി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ താബിഈ ഹിജ്റ 105 വഫാത്താകുന്നത്. അദ്ദേഹം പറയാണ്, سألت ربي حاجة 20 سنة فمن قضت لي ولا يئست منها. سألت ربي حاجة, എൻ്റെ റബ്ബിനോട് ഞാനൊരു ആവശ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. 20 സനത്തൻ, 20 വർഷം എൻ്റെ റബ്ബിനോട് ഞാനൊരു ആവശ്യം ചോദിച്ചു, പ്രാർത്ഥിച്ചു. ഫമൻ ഖളത് ലി, പക്ഷേ എനിക്കത് പൂർത്തിയായി ലഭിച്ചിട്ടില്ല. 20 വർഷമായി ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കത് പൂർണ്ണമായി എനിക്ക് ലഭിച്ചിട്ടില്ല. വലാ യഇസ്തു മിൻഹ, എന്നാൽ ഞാൻ അതിൽ നിന്ന് നിരാശ ബാധിച്ചവനും ആയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം റബ്ബിനോട് 20 വർഷമായി അദ്ദേഹം ചോദിച്ചു കൊണ്ടിരിക്കുന്നു, അതിന് അദ്ദേഹത്തിന് പൂർണ്ണമായി അതിന് ഉത്തരം ലഭിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് നിരാശ ബാധിച്ചിട്ടുമില്ല. അദ്ദേഹം വീണ്ടും വീണ്ടും റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയൊരു പാഠമുണ്ട്. അല്ലാഹു തആലയോടൊരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക. എന്നാണ് അല്ലാഹു തആല നമ്മൾ ചോദിച്ച അതേ കാര്യം നമ്മൾക്ക് ഉത്തരമായി നൽകുക എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല, നമുക്ക് നിരാശ ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും നമ്മളൊരു കാര്യം റബ്ബിനോട് ചോദിച്ചു, കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു, അതിന് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് നിരാശ ബാധിച്ച് നമ്മൾ ആ ചോദ്യം, ആ പ്രാർത്ഥന നിർത്തും. പലപ്പോഴും അങ്ങനെയാണ് മിക്ക ആളുകളും. എന്നാൽ ഇവിടെ മുൻഗാമികളായിട്ടുള്ള സലഫുകൾ ഒരു കാര്യം റബ്ബിനോട് നിരന്തരം ചോദിക്കണം, വർഷങ്ങളോളം ചോദിക്കണം. ഇവിടെ 20 വർഷമായ ഒരു കാര്യം റബ്ബിനോട് മുവർരിഖുൽ അജ്ലി റഹിമഹുല്ലാഹ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അതിന് ഉത്തരം ലഭിച്ചിട്ടില്ല ഇതുവരെ, പക്ഷെ അദ്ദേഹത്തിന് നിരാശ ബാധിച്ചിട്ടുമില്ല. നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അൽ ഇൽഹാഹു ഫി ദുആ, പ്രാർത്ഥനയിൽ റബ്ബിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക, ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. വമിൻ അൻഫഇൽ അദ്വിയ, മരുന്നുകളിൽ ഏറ്റവും ഫലപ്രദമായ മരുന്നാണ് അൽ ഇൽഹാഉ ഫി ദുആ, പ്രാർത്ഥനയിൽ നിരന്തരം റബ്ബിനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല. റബ്ബിനോട് ചോദിച്ചു എനിക്ക് റബ്ബ് ഉത്തരം നൽകുന്നില്ല എന്ന രൂപത്തിലുള്ള സംസാരം ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ, ഒരാൾ ധൃതി കാണിക്കാത്തിടത്തോളം കാലം അവന് ഉത്തരം ലഭിക്കും. യഖൂലു ദഅൗതു ഫലം യുസ്തജബ് ലി, ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ല എന്ന രൂപത്തിൽ ധൃതി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള സംസാരം നിർവഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഉത്തരം കൊടുക്കില്ല. എന്നാൽ സബർ ചെയ്തുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് നിരന്തരം റബ്ബിനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മളൊരു ഇബാദത്താണ് ചെയ്യുന്നത്, വലിയ മഹത്തരമായ ഇബാദത്താണ് ചെയ്യുന്നത്. അതൊക്കെ അല്ലാഹു തആല ഒരു പുണ്യകർമ്മമായി രേഖപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ ചോദിച്ച അതേ കാര്യം നമ്മൾക്ക് ഉത്തരമായി ലഭിച്ചാലും ലഭിച്ചിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവന് നാളെ പരലോകത്ത് വലിയൊരു സൽക്കർമ്മമായി ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിരാശ ബാധിക്കാതെ നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. വർഷങ്ങളോളം നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടും നമ്മൾക്ക് അതേ കാര്യം അള്ളാഹു ഉത്തരമായി നൽകിയിട്ടില്ലെങ്കിലും നമ്മൾക്കൊരിക്കലും നിരാശ ബാധിക്കരുത്. വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ദുനിയാവിലും പരലോകത്തിലും നമുക്ക് ഖൈർ ലഭിക്കുന്ന ഓരോ കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.